ഒട്ടും എണ്ണയൊന്നുമില്ലാണ്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഇത് നമ്മൾ നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. ഞാനിവിടെ നന്നായിട്ട് വറുത്തെടുത്ത തൊലി കളഞ്ഞ നിലക്കടലയാണ് കേട്ടോ. 1/2 കപ്പാണ് എടുത്തേക്കുന്നത്. അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. 1 കിലോ ഫൈനായിട്ട് പൊടിക്കരുത് കേട്ടോ. ഒരു ചെറിയ കടിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടല്ലോ, ഈ പരുവത്തിന് പൊടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ വലിയ 2 നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ മീഡിയം സൈസാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 or 4 എടുക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ആവി കയറ്റി ഇത് വേവിച്ചെടുക്കണം. ആവി കയറ്റി വേവിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ആദ്യം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പൊടിച്ചെടുത്ത ആ ഒരു മിക്സി തന്നെ കേട്ടോ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കരയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് നല്ല തിക്ക് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നിലക്കടല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് ചേർക്കണ്ട കേട്ടോ. കാരണം നമ്മൾ ശർക്കര പാനിയിൽ എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നോ അതിനനുസരിച്ച് ചിലപ്പം ചെറിയൊരു വ്യത്യാസം വരും. തിക്കുള്ള ശർക്കര പാനിയാണ് നിങ്ങൾ എടുത്തെങ്കിൽ ഇതുപോലെ ഒരു ഏകദേശം 2 കപ്പ് തന്നെ ഗോതമ്പ് പൊടി മതിയാവും. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് ചപ്പാത്തിയുടെ ആ പരുവത്തിൽ അത്രയും ടൈറ്റ് ആക്കിയിട്ട് ഇത് എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ആ ബോൾ ഉണ്ടല്ലോ, നല്ല കട്ടിയായി പോവും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്റ്റിക്കി ആയ പരുവത്തിൽ തന്നെയായിരിക്കും ഇതുണ്ടാവും. ആ പരുവത്തിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നിങ്ങൾ ശർക്കര ഉരുക്കിയിട്ടല്ല ചേർക്കുന്നതെങ്കിൽ നമുക്ക് അരക്കാൻ നേരത്ത് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അത് പ്രത്യേകം പറയാണ്, ഒരുപാട് വെള്ളം എടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒന്നെങ്കിൽ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അല്പം നെയ്യിൻ്റെ രുചി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് നെയ്യാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുത്താലും മതിയാവും കേട്ടോ. ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഷേപ്പായി നമുക്ക് കിട്ടുകയും ചെയ്യും. വെള്ളത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊരു ഒട്ടൽ പരുവത്തിലേ നമുക്ക് കിട്ടുള്ളൂ. നെയ്യോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനും കഴിയും. ഇനി നമുക്ക് ആവിപാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇഡ്ഡലി പാത്രമാണ് എടുത്തേക്കുന്നത്. 2 തട്ടായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തട്ടിൽ ഇത് ബോൾസ് വെച്ച് കൊടുത്തു. അതിന് ശേഷം മുകളിലത്തെ തട്ടിലും ഇതുപോലെ നമ്മൾ ബോൾസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാനുള്ള പണിയാണ് ഉള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വേണം നമ്മളിത് ആവി കയറ്റിയെടുക്കാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ മാത്രം നമ്മളൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴവും അതുപോലെ തന്നെ നിലക്കടലയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.